ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് മോഡൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവര് പോയിട്ട് കാണുക. അത് കണ്ടാലാണ് പാർട്ട് 2 മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. മോഡൽ 1 ആണ്. ഇതിൽ കുറച്ച് ഡിഫറെന്റ് മോഡൽസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കൊരു കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള മോഡൽസ്, അങ്ങനത്തെ മോഡൽസ് ആണ് ഇതിൽ ഈ ഒരു വീഡിയോയില് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വൺ ഷുഡ് റെസ്പെക്ട് ദ എൽഡേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ടാഗ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? നെഗറ്റീവ് ആയിട്ടാണ് ടാഗ് എഴുതേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് ആദ്യം എഴുതാം, കോമ ഇടുക. അതിനുശേഷം തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഷുഡ് ആണ്. ഓക്കെ, അപ്പൊ ഷുഡ് എഴുതുക. ഷുഡ് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർത്തിട്ട് സെന്റൻസ് നെഗറ്റീവില് ടാഗ് എഴുതുക. ഷുഡിന്റ് വൺ, അതായത് വൺ സബ്ജക്റ്റ് ആയി വന്നാൽ നമ്മൾ ടാഗ് എഴുതുമ്പോൾ വൺ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോ വൺ ഷുഡ് റെസ്പെക്ട് ദ എൽഡേഴ്സ്, അതിന്റെ ടാഗ് എന്ന് പറയുന്നത് ഷുഡിന്റ് വൺ. ഇനി അടുത്ത മോഡല്, ഷീ വുഡ് ഹാവ് എക്സ്പെക്ടഡ് എ റിപ്ലൈ ഫ്രം മീ. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ രണ്ട് ഓക്സിലറീസ് അടുപ്പിച്ച് തന്നിട്ടുണ്ട്, വുഡും ഹാവും. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ഓക്സിലറീസ് വരുന്ന സെന്റൻസില് നമ്മൾ ആദ്യം വരുന്ന ഓക്സിലറിയാണ് എടുക്കേണ്ടത്. അപ്പോ വുഡ് എന്നുള്ള ഓക്സിലറി എടുക്കും. ഓക്കെ, അപ്പൊ ടാഗ് എഴുതുമ്പോൾ സെന്റൻസ് ആദ്യം എഴുതുക, കോമ ഇടുക. അതിനുശേഷം സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവിൽ എഴുതുക. അപ്പോ വുഡിന്റ് ഷീ, പ്രോനൗൺ ഷീ. ഓക്കെ, അപ്പൊ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് വുഡിന്റ് ഷീ. അതായത് ഒന്നിലധികം ഓക്സിലറീസ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഓക്സിലറി എടുത്തിട്ടാണ് ടാഗ് എഴുതേണ്ടത്. ഇനി ഈ മോഡൽ പറയണേക്ക് മുന്നേ ആയിട്ട് ഞാൻ ഈ ബോക്സിലുള്ള കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. അതായത് എവ്രി വൺ, എനി വൺ, സം വൺ, എവ്രിബഡി, സംബഡി, എനിബഡി, നോബഡി, ഇങ്ങനെയൊക്കെയാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് പകരം ദേ എന്നുള്ള പ്രോനൗൺ ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എവ്രി വൺ ഈസ് പ്രിപ്പയറിംഗ് നോട്ട്സ്. അപ്പൊ അതിന്റെ ടാഗ് എഴുതുമ്പോൾ സെന്റൻസ് ആദ്യം എഴുതുക, കോമ ഇടുക. അതിനുശേഷം ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഈസ് ആണ് ഇവിടെ എന്ത് കാണുന്നത്? ഓക്സിലറി വെർബ് കാണുന്നത്. പക്ഷെ നമ്മൾ ടാഗ് എഴുതിയപ്പോ ആറായി മാറി. അത് എന്തുകൊണ്ടാ വെച്ചാല് ഇവിടെ തന്നിരിക്കുന്ന എവ്രി വൺ എന്ന് പറയുന്നതിന് പകരം, എവ്രി വൺ എന്ന വേർഡിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ എന്താണ്? ദേ ആണ്. ദേ എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആവുമ്പോൾ നമ്മൾ ഒരിക്കലും ഈസിന്റെ ദേ എന്ന് പറയില്ല, ആറിന്റെ ദേ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് ആറിന്റെ ദേ. ഇനി അടുത്ത എക്സാമ്പിള്, നോ വൺ വാസ് വെയിറ്റിംഗ് ഫോർ മീ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോ വൺ, എവ്രി വൺ, എനി വൺ, സം വൺ, എവ്രിബഡി, സംബഡി, എനിബഡി, നോബഡി ഒക്കെ വരുമ്പോൾ ദേ ആണ് ചേർക്കേണ്ടത്. അപ്പൊ നോ വണ്ണിന് പകരം ദേ എന്നുള്ള പ്രോനൗൺ ആണ് ചേർക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് പറയില്ല? വാസിന്റ് ദേ എന്ന് പറയില്ല. കാരണം ദേ എന്താണ്? പ്ലൂറലാണ്. അപ്പൊ വാസിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക? വേറിന്റെ ദേ. ഓക്കെ, ഇനി അടുത്ത മോഡല്, there is little sugar in my coffee. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് വിചാരിക്കും അല്ലെ? പക്ഷെ ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇത് എന്തുകൊണ്ടാ വെച്ചാല് ലിറ്റിൽ ഫ്യൂ, ലിറ്റിൽ കോമ ഫ്യൂ എന്നുള്ള വേർഡ്സിനൊക്കെ എന്ത് മീനിങ് ആണുള്ളത്? നെഗറ്റീവ് മീനിങ് ആണുള്ളത്. അതുപോലെ തന്നെ എ ലിറ്റിൽ, എ ഫ്യൂ, ദ ലിറ്റിൽ, ദ ഫ്യൂ എന്നൊക്കെയാണ് സെന്റൻസിൽ തന്നെങ്കിൽ
പോസിറ്റീവ് മീനിങ് ആയിരിക്കും. അപ്പൊ സെന്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ തന്നിരിക്കുന്ന ആദ്യത്തെ സെന്റൻസിൽ എന്താണ്? ലിറ്റിൽ എന്താണ്? നെഗറ്റീവ് മീനിങ് ആണ്. ഓക്കെ, അപ്പോ സെന്റൻസ് എന്താണ്? സെന്റൻസ് നെഗറ്റീവിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ടാഗ് എഴുതുമ്പോൾ എന്തായിട്ട് എഴുതണം? പോസിറ്റീവ് ആയിട്ട് എഴുതണം. നമ്മൾ ടാഗ് എഴുതുമ്പോൾ സെന്റൻസ് എഴുതി കോമ, അതിനുശേഷം തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഈസ്. സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവ് ആയിരിക്കണം. ഈസ് there. ഓക്കെ, ഇനി അടുത്ത മോഡല് അടുത്ത മോഡലല്ല, അടുത്ത എക്സാമ്പിള് ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്. അപ്പൊ നമ്മൾ ഫ്യൂ എന്നുള്ളതിന് എന്ത് മീനിങ് ആണുള്ളത്? നെഗറ്റീവ് മീനിങ് ആണുള്ളത്. അപ്പൊ നമ്മൾ ടാഗ് എഴുതുമ്പോൾ സെന്റൻസ് എഴുതുക, കോമ ഇടുക, അതിനുശേഷം ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് എഴുതുക. ഹാവ് ഫ്യൂ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ അതിന് പകരം എന്ത് എഴുതുക? they, have they. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a few students have attended the class. a fewക്ക് പോസിറ്റീവ് മീനിങ് ആണുള്ളത്. അപ്പൊ സെന്റൻസ് എന്തിലാണ് കിടക്കുന്നത്? പോസിറ്റീവിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ സെന്റൻസ് ആദ്യം എഴുതുക, കോമ ഇടുക, അതിനുശേഷം ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് എഴുതുക. ഹാവിൻറ്റ് ദേ എന്നാണ് വരുന്നത്. ഹാവിൻറ്റ് ദേ. ഹാവിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ടാഗ് എഴുതുമ്പോൾ നെഗറ്റീവിൽ എഴുതണം. ഹാവിൻറ്റ് ദേ. സ്റ്റുഡൻസിന് പകരം നമ്മൾ എന്ത് ചേർക്കുക? ദേ. സ്റ്റുഡന്റ് ആണെങ്കിൽ എന്ത് ചേർക്കണം? സ്റ്റുഡന്റ് ആണെങ്കിൽ സിംഗുലർ ആണ്. സ്റ്റുഡൻസ് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പൊ അതിനുശേഷം അതിന് പകരം ദേ എന്നുള്ള പ്രോനൗൺ ചേർക്കുക. അടുത്ത മോഡല്, I can scarcely believe in my eyes. I can scarcely believe in my eyes. Can I? ഈ സെന്റൻസിൽ നോക്കിക്കോ. Scarcely, hardly, rarely, barely, seldom. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലിറ്റിൽ, ഫ്യൂ എന്നുള്ളതിന് എന്താണ്? നെഗറ്റീവ് മീനിങ് ആണ്. അതിനോട് കൂടി scarcely, hardly, rarely, barely, seldom, ഈ വേർഡ്സിനൊക്കെ എന്താണ്? നെഗറ്റീവ് മീനിങ് തന്നെയാണുള്ളത്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ ഇത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവിൽ എഴുതണം. അപ്പൊ I can scarcely believe in my eyes. സെന്റൻസ് എഴുതി, കോമ ഇട്ടു, ഓക്സിലറി വെർബ് എഴുതി, can I. ഓക്കെ, മനസ്സിലായി? അടുത്തത്, ഷീ സെൽഡം goes to the office. സെൽഡം എന്നുള്ളതിന് നെഗറ്റീവ് മീനിങ് ആണുള്ളത്. നമ്മള് ഷീ സെൽഡം goes to the office. സെന്റൻസ് എഴുതി, കോമ ഇട്ടു, ഗോസിന് പകരം എന്ത് എഴുതുക? ഗോ പ്ലസ് ഡസ് ആണ് എന്ത്? ഗോസ്. അപ്പൊ നമ്മള് ഡസ് എഴുതുക, ഡസ് എന്നുള്ള ഓക്സിലറി എഴുതുക, അതിനുശേഷം തന്നിരിക്കുന്ന പ്രോനൗൺ എന്താണ്? ഷീ ആണ്. ഷീ. അടുത്ത മോഡല്, there is a tiger. അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതുക, ടാഗ് എഴുതുമ്പോൾ isn't there. isn't there. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവില് നമ്മൾ ടാഗ് എഴുതണം. പിന്നെ നമ്മൾ ദിസ്, ദാറ്റ് എന്നൊക്കെയാണ് സെന്റൻസിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഇറ്റ് എന്നുള്ള പ്രോനൗൺ ആണ് ചേർക്കേണ്ടത്. അതുപോലെ ദീസ്, ദോസ് എന്നുള്ളത് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദേ എന്നുള്ള പ്രോനൗൺ ആണ് ചേർക്കേണ്ടത്. എക്സാമ്പിൾ, ദാറ്റ് വാസ് മൈ ഫോൾട്ട്. അപ്പൊ സെന്റൻസ് പോസിറ്റീവിലായതുകൊണ്ട് നെഗറ്റീവില് ടാഗ് എഴുതണം. അപ്പൊ എന്താ ടാഗ് വരിക? wasn't it. ദാറ്റിന് പകരം നമ്മൾ ഇറ്റ് ചേർക്കണം. ദീസ് ആർ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതി, കോമ ഇട്ടു, ഓക്സിലറി വെർബ് എന്താണ്? ആറ്. അപ്പൊ സെന്റൻസ് പോസിറ്റീവിലായതുകൊണ്ട് നെഗറ്റീവിലെ ടാഗ് എഴുതണം. അപ്പൊ aren't they. എന്തുകൊണ്ട് ദേ ആയത്? ദീസ്, ദോസ് എന്നതിന് പകരം നമ്മൾ എന്താ ചേർക്കേണ്ടത്? ദേ എന്നുള്ള പ്രോനൗൺ ആണ് ചേർക്കേണ്ടത്.
അടുത്ത മോഡല് നമ്മൾ ഒരു സെന്റൻസിൽ യൂസ്ഡ് ടു എന്ന് വന്നാല് അതിന്റെ ടാഗ് എഴുതുമ്പോൾ ഡിഡ് ആണ് എഴുതേണ്ടത്. ഒരു സെന്റൻസിൽ യൂസ്ഡ് ടു വന്നാൽ അതിന്റെ ടാഗ് എഴുതുമ്പോൾ എന്ത് എഴുതണം? യൂസ്ഡ് ടുന് പകരം ഡിഡ് എന്നുള്ള ഓക്സിലറി ആണ് എഴുതേണ്ടത്. അപ്പോ ഹി യൂസ്ഡ് ടു സ്മോക്ക് എലോട്ട്. അപ്പൊ ഹീസ് യൂസ്ഡ് ടു സ്മോക്ക് എലോട്ട്. അതിന്റെ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഡ് ടുന് പകരം ഡിഡ്. സെന്റൻസ് പോസിറ്റീവിലായതുകൊണ്ട് നെഗറ്റീവ് ടാഗ് എഴുതുക. ഡിഡിൻ ഹി. ഇനി ലെറ്റസ് അതുപോലെ ലെറ്റ്സ് അതിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ടാഗ്. ലെറ്റസ് ലെറ്റ്സ് എന്നിവയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിന്റെ ടാഗ് എന്ന് പറയുന്നത് ഷാൾ വി ആയിരിക്കും. അതുപോലെ ലെറ്റ് മീ, ലെറ്റ്സ്, പ്ലീസ് എന്ന് പറയുന്ന എന്ന വാക്കുകളിൽ ആരംഭിക്കുന്ന സെന്റൻസിന് വിൽ യു എന്നാണ് ടാഗ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. Let us sing a song. Let us sing a song. Let us ലായതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ടാഗ് shall we. Let's please sit down here for a while. Let's please sit down here for a while. സെന്റൻസ് എഴുതി കോമ ഇട്ടു. Let's please വരുമ്പോൾ നമ്മൾ എന്താണ് ടാഗ് എഴുതേണ്ടത്? will you. ഇനി നമുക്ക് ഈ ഇംപെറേറ്റീവ് സെന്റൻസുകളുടെ ടാഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ തന്നെ അർജൻസി ഉള്ള സെന്റൻസുകളാണെങ്കിൽ നമ്മൾ വോണ്ട് യു ആണ് ടാഗ് എഴുതേണ്ടത്. അതുപോലെ റിബൂക്ക് ആയിട്ടുള്ള സെന്റൻസുകളാണെങ്കിൽ കാണ്ട് യു ആണ് എഴുതേണ്ടത്. അതുപോലെ ഡോണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? വിൽ യു ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഡോണ്ട് ട്രസ്റ്റ് ഹിം, അതിന്റെ ടാഗ് എന്ന് പറയുന്നത് ഡോണ്ട് ട്രസ്റ്റ് ഹിം. അതിന്റെ ടാഗ് എന്താണ്? വിൽ യു. ഇവിടെ പറഞ്ഞിരുന്നു സെന്റൻസസ് സ്റ്റാർട്ട് വിത്ത് ഡോണ്ട് എന്നതിന്റെ ടാഗ് എന്തായിരിക്കും? വിൽ യു ആയിരിക്കും. പോസ്റ്റ് ദീസ് ലെറ്റർ. പോസ്റ്റ് ദീസ് ലെറ്റർ എന്ന് പറയുന്നത് എന്താ? ഒരു അർജൻസി കാണിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് വോണ്ട് യു. സ്റ്റോപ്പ് ടോക്കിംഗ് നോൺസെൻസ്, അതൊരു നമ്മൾ ശകാരിക്കുന്ന പോലൊരു സെന്റൻസാ, റിബൂക്ക് ആയിട്ടുള്ള സെന്റൻസാ. അപ്പൊ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? കാണ്ട് യു. ഓക്കെ, ഇനി നീഡിന്റെ ആണ് സെന്റൻസിൽ നീഡിന്റെ ഉണ്ടെങ്കിൽ ടാഗ് എഴുതുമ്പോൾ നീഡാണ് എഴുതേണ്ടത്. ഇനി നീഡോ നീഡ്സോ നീഡഡോ ആണ് സെന്റൻസിൽ ഉള്ളതെങ്കിൽ ടാഗ് എഴുതുമ്പോൾ അത് ഡു, ഡസ്, ഡിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു സെന്റൻസ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഡിഡിന്റ് ഗോ ദേർ. ഐ ഡിഡിന്റ് ഗോ ദേർ. സെന്റൻസ് നെഗറ്റീവ് ആണ്. പോസിറ്റീവിന് ടാഗ് എഴുതുമ്പോൾ നീഡായി. ഓക്കെ, നീഡിന്റെ വന്നാല് നീഡ് തന്നെയാണ് ടാഗിൽ എഴുതേണ്ടത്. യുവർ ബ്രദർ നീഡ്സ് ട്യൂഷൻ. അപ്പൊ നീഡ്സ് എന്ന് പറയുമ്പോ എന്താണ്? നീഡ് പ്ലസ് ഡസ് ആണ് എന്ത്? നീഡ്സ്. അപ്പൊ ടാഗ് എഴുതുമ്പോ യുവർ ബ്രദർ നീഡ്സ് ട്യൂഷൻ. അതിന്റെ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ഡസിന്റ് ബ്രദർ. യുവർ ബ്രദർ എന്ന് പറഞ്ഞ ആരാണ്? ഹി ആണ്. ഓക്കെ, അപ്പൊ ടാഗ് എന്ന് പറയുന്നത് ഡസ് ഇറ്റ് ഹി.